എന്താന്ന് വെച്ചാ പറയും. അല്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, എന്നെ കുറിച്ച് ഓർത്തപ്പോ അറിയാതെ കണ്ണു നിറഞ്ഞു പോയതാ. അപ്പൊ ഞാൻ സന്തോഷത്തോടാണ് ഇരിക്കുന്നത്. ഇവിടെയുള്ളവരൊന്നും അറിയണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ എല്ലാവരുടെ മുന്നിൽ ചിരിച്ച് സംസാരിക്കുന്നത്. എന്തായാലും തനിച്ചു പോണ്ട. ഇങ്ങോട്ട് നമ്മൾ ഒരുമിച്ചല്ലേ വന്നത്. വാ, ഞാൻ കൊണ്ടുവന്നോക്കാം. അല്ലെങ്കിൽ അച്ഛന് കണ്ട വിഷമാവും. വേണ്ട, ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. ബാലമാമ ചോദിച്ചു ഞാൻ പറഞ്ഞോളാം. എന്നാ വാ, ഞാൻ ഓട്ടോയിട്ട് വിടാം. വാ. ഇവിടെ മാത്രം എന്താണോ ഇങ്ങനെ? പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് നേരമില്ല. അശ്വതിയുടെ കല്യാണം കഴിഞ്ഞ ശേഷം നടക്കുന്നില്ല നല്ല കാര്യമായിരുന്നു. അരവിന്ദന്റെയും ചാരുവിന്റെയും കല്യാണം അതിങ്ങനെയായി. ഇതൊക്കെ മാറും ബാല. ചാരുമോള് നമ്മുടെ കൺമുന്നിലുണ്ടല്ലോ. രണ്ടുപേരും ഒരുമിച്ച് പോയിട്ട് ആകാശം എന്താ ഒറ്റയ്ക്ക് വരുന്നത്? എന്താ മോനെ, എന്താ നീ ഒറ്റയ്ക്ക്? ചാരുമോളെവിടെ? ചാരുമോൾ എന്താ കരഞ്ഞോണ്ട് വരുന്നേ? അറിയില്ല ചാ, ചാരു ഓട്ടോയിൽ വന്നോളാന്ന് പറഞ്ഞു. എന്താ മോളെ, എന്തു പറ്റി? കാര്യം പറ ചാരുമോളെ. എല്ലാരും ഞങ്ങളെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്ന ബാലമാമൻ. എന്നെ പറഞ്ഞ കുഴപ്പമില്ല. ഓഫീസിലൊക്കെ ഉള്ളവര് തന്നെ അക്കുച്ചേട്ടനെ കുറിച്ച് ഞാൻ കാരണം അക്കുച്ചേട്ടനെ അവരെ മോശമായിട്ട് സംസാരിക്കുന്നത്. ഞാനിനി എങ്ങും പോകുന്നില്ല ബാലമാമൻ. ഞങ്ങളോട് ഇനി എങ്ങും പോവാൻ പറയരുത്. എന്താ മോളെ, അതിന് മാത്രം എന്താ നടന്നേ? എന്ത് നടക്കാൻ? ഓഫീസിൽ പോയ ആകാശ് കല്യാണം വിളിച്ചത് അവന്റെ ചേട്ടന്റെ അല്ലേ? ചേട്ടന്റെ ഭാര്യ ആവാൻ പോകുന്ന പെണ്ണിനെയും കെട്ടി അവിടെ കേറി ചെന്നാലേ അവർക്ക് വേറെ എന്ത് പറയാൻ പറ്റും? അത് കാണുന്നവരുടെ മനസ്സിന്റെ കുഴപ്പമാ, അല്ലാതെ ഇവരായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആ, ഒന്നും ചെയ്യാതെയാണോ ഇവളിവിടെ നിക്കുന്നേ? ഓഫീസിൽ മാത്രല്ല, നാട്ടിലേക്കും കൂടെ ഒന്ന് ഇറങ്ങി നോക്കു മാഷേ. അപ്പൊ അറിയാം നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നതെന്ന്. ഇവനെ ചേട്ടത്തിയെ പോലെ കാണേണ്ടതാ ഇവളെ. അമ്മ എങ്ങനെയൊന്നും പറയല്ല പോയി. ഇവള് പറയുന്നതിൽ നീ എന്താ ചെവി കൊടുക്കുന്ന മോളെ? നായ്ക്കള് കുരയ്ക്കും, നമ്മൾ അത് കേട്ട് തിരിച്ചു കുരയ്ക്കാറില്ലല്ലോ. അതുപോലെ എഴുതിയാ മതി. അരവിന്ദ് അവന്റെ മനസ്സിൽ ഒരിക്കലും നിന്നെ കൊണ്ട് നടന്നിട്ടില്ല. ഇവൾക്ക് എന്ത് വേണമെങ്കിലും പറയാലോ.
ഇവളുടെ സ്വഭാവം ചെറുപ്പം മുതൽ നിനക്കറിയാവുന്നതല്ലേ? ആകാശ് മോളെ കല്യാണം കഴിച്ച് ഈ കുടുംബത്തിന് അഭിമാനം കാക്കിയാണ് ഉണ്ടായത്. അയ്യോ, നാട്ടിൽ ഇവൻ മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആണായിട്ട്, അല്ലേ? ആ ബാബുക്കുട്ടി എവളെ കെട്ടാന്ന് പറഞ്ഞതല്ലേ? അത് പറ്റില്ല ആർക്കും. എവളെ ഇവിടെ കെട്ടിക്കൊണ്ട് വരണം. അത് മാത്രമായിരുന്നല്ലോ നിങ്ങളുടെ എല്ലാവരുടെ ഉദ്ദേശം, അല്ലേ? ഈ കുടുംബത്തിന്റെ മാനം കളഞ്ഞ് ഇവിടെ ഉള്ളവരെല്ലാരും തമ്മി തല്ലി പിരിയണം. അതാ ഇവിടെ ആഗ്രഹം. ആ ആഗ്രഹം ചാരുമോക്കല്ല, നിനക്കാ. അതുകൊണ്ടാണല്ലോ നിന്റെ മൂത്ത മകൻ ഇപ്പൊ ഇവിടെ ഇല്ലാത്തത്. ആകാശേ, നീ ചാരുമോളെ വിളിച്ചകത്ത് പോ. പറയുന്ന കേക്ക് മോനെ. വാ. ചാരുമോളെ കുറിച്ച് ഇങ്ങനൊന്നും പറയരുത്. ഓ, എങ്ങനെ? ഇന്നലെ രാത്രി അരവിന്ദിനോട് വന്ന കാര്യം ചാരുമോക്കറിയാം. പക്ഷേ അവളത് ബാലനോട് പറഞ്ഞിട്ടില്ല. അരവിന്ദനെ രക്ഷിച്ചത് ചാരുമോള. അവളിലൂടെ ഉള്ളവരെ പിരിക്കുന്നവളല്ല, ചേർത്ത് വെക്കുന്നവളാ. കുടിക്കാൻ എന്തേലും വേണോ? വേണ്ട. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇരിക്ക്. പറയ്. ഇനി നമുക്ക് ഒരുമിച്ച് പുറത്തൊന്നും പോകണ്ട. എന്താ കാര്യം? ഞാൻ അക്കുച്ചേട്ടനെ തട്ടിയെടുത്തതുപോലെയാ എല്ലാരും സംസാരിക്കുന്ന. അത് കേൾക്കുന്നത് അക്കുച്ചേട്ടന് നാണക്കേടല്ലേ? മറ്റുള്ളവർ പറയുന്നത് പോലെ നമുക്ക് ജീവിക്കാനാവില്ലല്ലോ. കുറച്ചു നാള് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കും. അത് കഴിഞ്ഞ് പുതിയതെന്തെങ്കിലും കിട്ടിയാ പിന്നെ അതിന്റെ പിന്നാലെ പോകും. അതല്ല അക്കുച്ചേട്ടാ,